നല്ല കാര്യം പോലെ അങ്ങനെ പോകേണ്ടവരൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നു. സർവീസിനായ നമ്മുടെ പിതാവ് ഈ പലരും പുതിയ സൃഷ്ടിയായി മാറും. നീ അവർക്ക് എല്ലാ അനുഗ്രഹവും കൊടുക്കണമേ, എല്ലാ അനുഗ്രഹവും കൊടുക്കണം യേശുവിന്റെ തത്വം തന്നെ. ആമേൻ. എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല. അത് കുഴപ്പമില്ല മോളെ, തന്നെ പഠിച്ചു കൊടുക്കും. Praise Lord. Can you do me a favor? Of course. Do you know how to pray? Yes, I do. Oh, that's great. Can you teach me how to pray? Sure I can. Attention everyone. Please be quiet for I am about to pray. Now you do realize that I am an expert in prayer. Well, I should be saying in the art of prayer, because it is indeed an art. Not everyone knows how to pray, but I do. Now you watch and listen, okay? God Almighty, victorious, gracious, and faithful. Victorious, gracious, and Here I am once again. Here I am. Your humble servant, bringing supplications before you today, earnestly and honestly, with integrity and wisdom, What did you say? deeply in awe of your inestimable grace. Please grant your servant riches from your benevolent heart, O omnipresent and omnipotent God. Amen. You see, it's so easy. Well, now that you've heard from me, you don't need to hear from anyone else on how to pray, because I'm expert in prayer, you know? Okay, you continue praying. I'm gonna go. Bye. Wait. Oh, okay, I'll just try. God Almighty, gracious and faithful. What else did he say? Here I am once again, your humble servant. Hey, what are you doing? I'm praying. No need to make so much noise. Try to pray like me. You might wonder why I'm not praying. Well, the answer is, I don't need to. God knows everything without me telling him what I need. So why bother praying? Oh, okay, that's easy. Oh wait, I gotta take this call real quick. Hello? Oh no, my fish drowned. I'm sorry, I gotta go. Bye. Oh, okay. Well, what you said is more easier than the first one. Wait. Peace up, A-Town. ഞാൻ പ്രാർത്ഥിക്കുക. ഇതെല്ലാം പ്രാർത്ഥിക്കണ്ടേ? ഒരു മിനിറ്റ് ബ്രദർ, വേറെ ഒന്നും പറയുന്നുണ്ട്. അങ്ങനെ ജീൻസിന് നോക്കിയായിരുന്നു. വണ്ടി പട്ടി വല്ല കടിച്ചാ? ഇത് പുതിയ ജനറേഷനകത്തുള്ള സ്റ്റൈലല്ലേ? ഓ, സ്റ്റൈൽ ആയിക്കോട്ടെ. ആദ്യം ഇങ്ങനെ ഒന്നും അല്ല പ്രാർത്ഥിക്കണത്. ഞാൻ ന്യൂ ജനറേഷനകത്ത് ചർച്ചിനകത്ത് എപ്പോഴും പോയിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുമുണ്ട്. ആണോ? ആ, ദൈവം നമ്മുടെ ചങ്കുബ്രോണ്. ചങ്കുബ്രോണോ? ആ, ഒരു കാലം ഓക്കെ. ആ, എന്നിട്ട് പ്രാർത്ഥിച്ച് ചില്ലായിട്ട് പോയാൽ മതി. ഓക്കെ, ഞാൻ ചില്ലായിട്ട് തന്നെ പറഞ്ഞു. അതെ, ഞാൻ കാണിച്ചു തരാം. Yo Jesus, you know me and I know you. You know me and I know you. You listen to whatever I say. You listen to whatever I say. You are my chungu bro. You are my chungu bro. അങ്ങനെ ഒക്കെ പ്രാർത്ഥിച്ചാൽ മതി. Okay, thanks man. Okay, ഇപ്പൊ എനിക്ക് എല്ലാം മനസ്സിലായി. Okay, Yo Jesus, നമ്മൾ ചങ്ക് ബ്രോസ് ആകുമ്പോൾ നമുക്ക് തമ്മിലെല്ലാം അറിയാമല്ലോ. പിന്നെ ഞാൻ പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമില്ല. പിന്നെ എന്നെ അറിയുന്നുണ്ട്, ഞാൻ നിന്നെ പറയുന്നു. പിന്നെ വേറെന്ത് പറയാനാ എന്റെ ചങ്ക് ബ്രോ? ജീവിതമല്ലേ. ഞാൻ പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞിട്ട് തലയിൽ തുണി ഇടണം. കോട്ടൺ ആണെങ്കിൽ നല്ല കോട്ടയം
തന്നെയാ. ആ അത് സാരമില്ല, ബിക്കോസ് പിന്നെ തലേന്ന് താഴെ വീഴത്തില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കൈ ഇങ്ങനെ കൂപ്പാ അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. ഞാൻ ഇങ്ങനെ നോക്കുന്നു. ആ അത് കഴിഞ്ഞിട്ട് ഇച്ചിരി കുമ്പിട്ടിരിക്കുക, ഒരു 45 ഡിഗ്രി ആംഗിൾ. അത് സാരമില്ല, പ്രാർത്ഥന കഴിയുമ്പോഴത്തേക്ക് ദൈവം നിന്റെ ബാക്കൊക്കെ ശരിയാക്കി തരും. ശരിയാക്കിയാ മതി. അത് സാരമില്ല, അത് ദൈവം നോക്കിക്കോളും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, എങ്ങനെയാണോ? ഞാൻ താഴെ തട്ടിയിടാനല്ല പറഞ്ഞേ, പിന്നെ എന്റെ താഴെ തട്ടിയിട്ടത് ഇപ്പൊ അത് ഞാൻ പഠിപ്പിക്കുവായിരുന്നു. അത് സാരമില്ല. അത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ പോസും ചെയ്യാം, ആ ഇങ്ങനെയും ചെയ്യാം അല്ലേ. അപ്പം ഏതാ ചെയ്യുന്നത്? ഞാൻ ആ അത് മതി. അത് കഴിഞ്ഞിട്ട് ബഹുമാനം വരട്ടെ സ്നേഹവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നീ ഞങ്ങളെ കേട്ടല്ലോ, നീ ഞങ്ങളുടെ മേലെ കരുണ കാണിച്ചല്ലോ, നീ ഞങ്ങളെ സൂക്ഷിച്ചല്ലോ. സ്നേഹവാനായ പിതാവേ, നീ എന്തൊക്കെയാ പറഞ്ഞത്? കരുണ സൂക്ഷിച്ചല്ലോ. നീ ഞങ്ങളെ കരുണ സൂക്ഷിച്ചല്ലോ. അങ്ങനെയൊക്കെ പിന്നെ അങ്ങനെ താങ്ക് ചെയ്താൽ മതി ദൈവത്തോട്. ഓക്കെ, താങ്ക് യു. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. എത്ര പ്രാവശ്യം ആമേൻ പറഞ്ഞു? 2 അല്ലെങ്കിൽ 3 മതി. ഹല്ലേലൂയ. 2 അല്ലെങ്കിൽ 3. ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായി. ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. വേഗമായിട്ട് എനിക്ക് കഞ്ഞി ഉണ്ടാക്കാനുണ്ട്. ഓക്കെ. ദൈവം പരിശുദ്ധനെ, നീ നമ്മളോട് കരുണ കാണിക്കണേ, പിന്നെ താങ്ക് ചെയ്യണമേ, പിന്നെ പിന്നെ എന്തൊക്കെയാ പറഞ്ഞു? കണ്ണു അടിക്കണേ, ഒറ്റക്കണ്ണ് നോക്കിയാലേ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. അതാര് പറഞ്ഞു? അതങ്ങനെയാണ്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ 2 കണ്ണ് അടച്ച് പ്രാർത്ഥിക്കണം. ഓ ഓക്കെ ഓക്കെ. അങ്ങനെയാണ് ആ, കണ്ണടച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ നമ്മളോട് കരുണ കാണിക്കണേ, പിന്നെ നീ അങ്ങനെ തന്നെയാണ്. ഓക്കെ, ആ ഇനി എനിക്ക് കഞ്ഞി ചോറ് ഉണ്ടാക്കാനുണ്ട്. ബൈ. ഓക്കെ. സർവശക്തനായ പിതാവേ, നീ നമ്മളോട് എന്തൊക്കെയാ പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലായിട്ട് പോലെ ഇല്ലല്ലോ. ഹലോ, എന്താ നടക്കുന്നത്? ഞാൻ പ്രാർത്ഥിക്കുവാ. പ്രാർത്ഥിക്കുവാ ദൈവത്തോടോ? മുമ്പത്തെ ആഴ്ച ചോദിച്ച കാര്യം ഇതുവരെ കിട്ടിയിട്ടില്ല. വാക്ക് പാലിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഭയങ്കര കഷ്ടമാണ് കേട്ടോ. അല്ല പിന്നെ അങ്ങനത്തെ ദൈവമാണോ? പ്രാർത്ഥിക്കുന്ന ബൈ കമ്മിറ്റി ഓക്കെ. കണ്ട ദൈവമേ, കേട്ടോ പറഞ്ഞത്? ഇനി എന്നോടൊക്കെ പണിയൊന്നും നടക്കത്തില്ല. എന്റെ ഗോൾഡ് ഫിഷ് അത്തുപോയി, എനിക്ക് പുതിയതിനെ വേണം. ഇപ്പൊ വീട്ടിൽ പോകുമ്പോ KFC വിത്ത് മയോണൈസ്. ഇത് ഇന്നോ നാളത്തേക്ക് പൂർത്തീകരിക്കട്ടെ, അല്ലെങ്കിൽ ഈ ആഴ്ച ഞാൻ പള്ളി വരത്തില്ല, അടുത്ത ആഴ്ചയും ഞാൻ പള്ളി വരത്തില്ല. പറഞ്ഞേക്കാം. കേട്ടല്ലോ പറഞ്ഞത്? നടക്കട്ടെ. പിന്നെ ഞാൻ പ്രാർത്ഥിക്കുവാ. ആണോ? ആഹാ. എന്റെ ദൈവമേ, നമ്മളോട് കരുണ കാണിക്കണേ, നമ്മള് ഭാവികളാണ്. ദൈവം നമ്മളെ കൊല്ലുമോ? പിന്നെ കൊല്ലത്തില്ലേ, നമ്മള് ഭാവികളല്ലേ. കർത്താവേ, എനിക്കറിയത്തില്ല ഞാൻ എന്തിനാ ചുമ്മാ കരയുന്നേ, പക്ഷെ എന്നെ കൊല്ലില്ല. ഞാൻ ഭാവിയാണോ ഭാവിയല്ലേ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എന്നെ കൊല്ലാതെ ഞാൻ പ്രാർത്ഥിക്കുവാ. ഇങ്ങനെയാണോ പ്രാർത്ഥിക്കുന്നത്? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ടോപ്പിക്സും കവർ ചെയ്യണം. ഒരു ദിവസം ക്ലാസ്സിനോട് ഉഗാണ്ടയിലെ സ്റ്റാഫിനെ നോക്കിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ ഉഗാണ്ടയിലെ നോക്കിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആണോ? ആഹാ. പിന്നെ എന്നോട് കളി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കുറെ ടോപ്പിക്സും കൊണ്ട് പ്രാർത്ഥിക്കണം. ഒത്തിരി വേർഡ്സ് കൊണ്ട് പ്രാർത്ഥന ഫീൽ ചെയ്യും. അങ്ങനെ പ്രാർത്ഥന ഫീൽ ചെയ്തിട്ട്
എന്റെ കർത്താവേ, ഞാനിനി എന്ത് ചെയ്യാനാ? ഉഫ്, ഞാൻ എത്ര പേരോട് ചോദിച്ചു ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്. അവരെല്ലാം വേറെ വേറെ രീതിയിലാണ് പറഞ്ഞത്. ഞാനിനി എന്ത് ചെയ്യാനാ? മകളെ, എന്തിന് നീ വ്യാകുലപ്പെടുന്നു? നിന്റെ പ്രശ്നം എന്താണ്? അങ്ങ് ആരാണ്? ഞാനാണ് നീ അന്വേഷിക്കുന്ന ദൈവം. പക്ഷെ ഞാൻ അങ്ങേ വിളിച്ചില്ലല്ലോ. മകളെ, ഞാൻ അറിയാത്ത ഒരു വാക്കും നിന്റെ നാവിലില്ല എന്ന് നീ അറിയുന്നില്ലയോ? കർത്താവേ, എനിക്ക് അങ്ങേ അറിയാനും കൂടുതൽ അന്വേഷിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല. മകളെ, നീ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അവർ മനുഷ്യരുടെ ഇടയിൽ പള്ളികളിലും തെരുക്കോടുകളിലും നിന്നുകൊണ്ട് മറ്റുള്ളവർ കാണേണ്ടതിന് പെർഫോമൻസ് ചെയ്യുന്നു. എന്നാൽ മകളെ, നീ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. നിന്റെ സ്വന്തം പിതാവിനോട് പ്രാർത്ഥിക്കുന്നത് പോലെ നിനക്ക് എന്നോട് പ്രാർത്ഥിക്കാം. നീ കേൾക്കാൻ തയ്യാറാണ്, ഞാൻ നിന്നോട് സംസാരിക്കാൻ തയ്യാറാണ്. നീ കേൾക്കാനും നിനക്ക് മനസ്സിലാക്കാനും കഴിയുമെങ്കിൽ ഞാൻ നിന്നോട് സംസാരിക്കും. മകളെ, വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുക. നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാൻ ഞാൻ ശക്തനാണ്. നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഞാൻ തീർച്ചയായും നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. ഇപ്പോൾ മകളെ, സമാധാനത്തോടെ പോകാം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിന്നെ സഹായിപ്പാൻ ഞാൻ ശക്തനാണ്. Praise the Lord, praise the Lord. That is the amazing cast of this skit.